മരത്തടികൾ കിട്ടാത്തതിനാൽ പ്ലൈവുഡ് വ്യവസായം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഹയർവുഡ്സിന്റെ മറവിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വൻതോതിൽ മരങ്ങൾ മുറിച്ചു കടത്തുന്നതായി നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ കണ്ണൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു കാലത്ത് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖലയായിരുന്നു പ്ലൈവുഡ് വ്യവസായം. എന്നാൽ ഇന്ന് ആ വ്യവസായം അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. വനം വകുപ്പിന്റെ തെറ്റായ തീരുമാനങ്ങളടക്കമാണ് ഈ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കണ്ണോത്തുംചാലിലെ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി അബ്ദുൽ കരീം സമരം ഉദ്ഘാടനം ചെയ്തു. പ്ലൈവുഡ് വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഇടപെടണമെന്ന് അബ്ദുൽ കരീം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്ന ഈ മരങ്ങൾ പൂർണ്ണമായിട്ടും പൂർണ്ണമായും തടയുന്നതിനാവശ്യമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ഈ സമരത്തിലെ കൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലേക്കൂടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. ഈ വ്യവസായത്തിന്റെ പ്രധാന റോ മെറ്റീരിയൽ തടിയാണ്. അത് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു ലൈസൻസും എടുക്കാതെ മരത്തടികൾ തോലുപൊളിച്ച് ഫയർവുഡാക്കി ഇതര സംസ്ഥാനങ്ങളിലേക്ക് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് വൻതോതിൽ കയറ്റി അയക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ മാഫിയകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ഈ പ്രശ്നത്തിൽ വനം വകുപ്പ് ഇടപെടുന്നില്ലെന്നും അസോസിയേഷൻ ആരോപിച്ചു. പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി.പി. നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഒ. മൂസാൻകുട്ടി, വൈസ് പ്രസിഡന്റ് കെ.പി. റഷീദ്, സംസ്ഥാന സെക്രട്ടറി ടി.പി. വാസുദേവൻ, ട്രഷറർ ബി.പി. ഗഫൂർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടി.വി. മജീദ്, സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.